ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് വന്നു. എന്നിട്ട് ഇന്നലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഒരു സുന്ദരി പൗഡറൊക്കെ ഇരിക്കുന്നു. പാൽച്ചായ വേണ്ട, ഇന്നൊന്ന് ഛർദിച്ച് കൊളാവുന്നു. പാൽച്ചായ കുടിച്ചിട്ട് ഞാൻ പോയാ സുന്ദരിക്ക് ഞാൻ കുറച്ച് മുടിയൊക്കെ വെട്ടിക്കൊടുത്തോട്ടെ. എങ്ങനെയുണ്ടെന്നാണ് ഇച്ചിരി കയറ്റി വെട്ടിയെന്ന് പറഞ്ഞ് വഴക്കായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ചുമ്മാ ഇവിടെ ഇങ്ങനെ അടിയിലിങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുന്നു. ഇപ്പം നല്ല ഭംഗി നോക്കി സുന്ദരി. എന്നതാ ഭയങ്കര ഭംഗിയാ. മുടി മുഴുവൻ വെട്ടി തന്നിപ്പെടുന്നു. അതെ. അങ്ങനെ ഞാനും അല്ല അമ്മച്ചി ഭാവിയും പോളൂ. ഞങ്ങൾ പോന്നു. ഇനിയിപ്പം ഒരാഴ്ച 1.5 ആഴ്ച ഉണ്ടാവുമല്ലോ. 2 ആഴ്ച. അമ്മ ഗ്യാസിൻ്റെ ഒന്ന് തീ നിർത്തിയിടാമോ? അപ്പോൾ നമ്മളുടെ ലിതിമോക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ആരെങ്കിലും ഒരാൾ നിൽക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ എന്നാലും എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലെ പണികളെല്ലാം തീർത്ത് പെയിൻറ്റിൻ്റെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതൊന്ന് തീർക്കാതെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് നല്ല വൃത്തിയാക്കി വീട് വെക്കാനൊക്കെ ആയിട്ടാണ് ഞാനും പോകുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും തിരിച്ചു വരാം. ഞാൻ ഈ പറയുന്നത് കേൾപ്പിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കാണുന്നത് കേട്ടോ. അതേ അമ്മയുടെ ഫോണിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ലിതിമോള് പറഞ്ഞു അമ്മയുടെ എൻ്റെ ഒരു ഫോട്ടോ എടുത്തത്. നമുക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ പോകുന്നതിൽ. അപ്പോൾ എന്തായാലും വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിലൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. എന്റെ ബാഗ് കൊണ്ടിട്ട് അവിടെ കൊണ്ട് കളഞ്ഞാ നശിപ്പിച്ചു. കൊള്ളില്ല എന്ന് പറയുന്നത് നശിപ്പിച്ചതല്ല. ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ ഇവിടെ അങ്ങ് ഓടിയില്ലേ, അവിടെ ചെന്നത് 2 വള്ളിയും പൊട്ടിപ്പോയി. എന്നിട്ട് വിഷോപ്പുറം മേടിച്ചോണ്ട് പോയത് 150 രൂപ. ശരിയാണല്ലോ, ആശുപത്രി പോയത്. അപ്പഴേ നല്ല ഇരിപ്പല്ലേടി വാ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട അമ്മ പറഞ്ഞ ഒരുപാട് ചിരിപ്പാണ് മേടിച്ച് ഇവിടെ ഇട്ടുകൊണ്ട് വന്നപ്പോ ഇങ്ങോട്ട് താടിയെന്നും പറഞ്ഞ് മേടിച്ചോണ്ടും പോയി. ഇതിപ്പോ എന്നേക്കാ പ്രായം കുറവാ. പോയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഇവിടെ തമ്പലാണ് കേട്ടത്. നമ്മൾ വൈകി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ആദ്യം വരുമ്പോൾ വൈകുന്നേരം നല്ലൊരു വഴക്കുണ്ടാവും. നല്ല രാവിലെ കോവലിൽ സത്യം വെക്ക് 25-ആം തീയതി പോയാൽ മതി എന്നും പറഞ്ഞവൻ. അതെ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പം ഒരു ഒറ്റ ബസ് ഉണ്ട് കേട്ടോ. അതിപ്പോൾ 10:30-ക്കോ 10:45 അടുത്ത് വരും. അല്ലെങ്കിൽ വൈകിട്ടിലെ ബസ്സിന് കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങനെ പോകാൻ തന്നെ പ്ലാന്. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും അല്ലേ? അത് തന്നെ. എന്തായാലും മതിയെ, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ഇളം വെയിലുണ്ടായിരുന്നു. ആ വെയിലിന് നല്ല ചൂടുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ പൊതുവേ പോകുന്നിടത്തൊന്നും കുട കൊണ്ടാകാത്തതുകൊണ്ട് കുടയും ഇല്ലായിരുന്നു. അപ്പം അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വാങ്ങി ഞാൻ പിടിച്ചു. വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓട്ടോ നോക്കി കുറച്ച് നേരം നിന്നിട്ട് ഓട്ടോയൊന്നും വന്നില്ല. പിന്നെ അങ്ങ് പയ്യെ നടന്നു. പിന്നെ റോട്ടിൽ വെച്ച് ഒരമ്മേനെ 2 കുഞ്ഞുങ്ങളെയും കണ്ടുമുട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ഡോഗിനെ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറയാൻ ഭയങ്കര ചൂടാണ്, സഹിക്കുന്നില്ല എന്നൊക്കെ കേട്ടോ. അപ്പം നമ്മൾ അരുവിൻ്റെ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ എൻ്റെ അടിയിൽ കൂടെ നിൽക്കുന്നത് തന്നെ. അങ്ങനെ നമ്മൾ കുറേ നേരം നോക്കി നിന്നപ്പോഴത്തേക്കും ഒരു വൈറ്റിൽ ഹബ്ബ് ബസ് വന്നു. അതിൻ്റെ അകത്ത് കയറിയിട്ടോ. നമ്മൾ ഒറ്റ ബസ്സിന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. ഒരു 10:45-ന് 3 ബസ്സുണ്ട് കേട്ടോ, KSRTC. അപ്പോൾ അത് നോക്കിയിട്ടും കാണുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ബസ്സിന് വന്ന് ഇറങ്ങി. വൈറ്റില ഹബ്ബിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ LMS എന്ന് പറയുന്ന ഒരു കാന്തല്ലൂർ ബസ്സാണ് കേട്ടോ. അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അടിമാലിയിൽ നമുക്ക് ഇറങ്ങാമല്ലോ. ഈ പൂപ്പാറ ബസ് കിടപ്പുണ്ട്. പക്ഷെ അത് 11:30-12 മണി അടുക്കേ എടുക്കത്തുള്ളൂ. ഇത് പോയി കഴിഞ്ഞാൽ അതെടുക്കുള്ളൂ. അതിൻ്റെ അകത്താണെങ്കിലും കുറേ നേരം ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് പോവാം. ഒരു KSRTC ഉണ്ടായിരുന്നു, അതായിരുന്നു കേട്ടോ നോക്കിയിരുന്നത്. പിന്നെ അത്രയും വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ പോകുന്നത്. അയ്യോ ബസ് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ, ഭയങ്കര ചൂടാണേ.
അദ്ദേഹം കുട്ടിയമ്മ വീഡിയോ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടി. കാരണം ഈ അവസ്ഥ ആയതുകൊണ്ട് വീഡിയോ എടുക്കുന്നതൊന്നും തെളിയുന്നത്. അത് പഴയ എൻ്റെ ഫോണിൻ്റെ കേട്ടോ. ഒരു 12 മണി അടുക്കെ ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അബദ്ധം പറ്റി, ഫ്രണ്ടിലിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഇരിക്കുന്ന സീറ്റിന് തൊട്ട് മുകളിലാണ് സ്പീക്കർ. ആ ചേട്ടൻ അമാതിരി പാട്ടുകൾ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. നല്ല ചൂടും അതിൻ്റെ കൂട്ടത്തിൽ ഈ മുഴക്കവും കൂടെ കേൾക്കുമ്പോൾ പാട്ടിൻ്റെ ആകെ പ്രാന്ത് പിടിക്കണ്ടായിരുന്നു. ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും എല്ലാ സീറ്റിലും ആൾക്കാരുമായിരുന്നു, മാറിയിരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ബസ്സിന് അടിമാലിയിൽ ഇറങ്ങി, അവിടുന്ന് വേറെ ബസ്സിന് കയറി, അങ്ങനെ രാജക്കാട് ഇറങ്ങി, അവിടുന്ന് ഓട്ടോ വിളിച്ചതേ വീട്ടിലേക്ക് പോകാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഈ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. വണ്ടി ഇരുന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസൊന്നും കൂടുതൽ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാജക്കാട് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ആയിട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഇവർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ആ ഡയറ്റിങ്ങൊക്കെ അങ്ങ് കുറച്ച് അവതാളത്തിലായി. പിന്നെ എനിക്ക് വയ്യാണ്ടായതുകൊണ്ടൊക്കെ ഡയറ്റ് നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും റാഗി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകണേ. വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി ഗൈസ്. വീട്ടിലെത്തി. ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. തന്നെ അതെ, തന്നെയായി പോയി. ഇരുട്ട് അടിപൊളിയാക്കി വീട്ട് സെറ്റാക്കിയിട്ടുണ്ടേ. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, തറയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് പണി കൂടിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയാക്കി ഇതൊക്കെ ചെയ്യാം. വീട്ടിലേക്ക് കയറുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഇത്രയും ദിവസം 1 മാസത്തോളം അവരിവിടെ ഉണ്ടായിരുന്നു. നമ്മൾ സന്തോഷിച്ച് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരായി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം. അങ്ങോട്ട് വരാനേ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കേട്ടോ. ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് ലിതിയുടെ അടുത്തേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാവില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ പോയത്. പിന്നെ ലിതിമോളെ കാണണം, അവൾക്കും ഇതായല്ലോ, ഡേറ്റ് എടുത്തല്ലോ. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു പണിയുണ്ട് കേട്ടോ അകത്ത്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലിതിമോളുടെ അടുത്തൊന്നും വന്നില്ല. അതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാട്ടോ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ വന്നതേ ഏലിക്കുട്ടിയമ്മ അങ്ങ് പനിയായി. പെട്ടെന്ന് ചൂടത്തുനിന്ന് തണുപ്പത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആളങ്ങ് ഡൗൺ ആയി. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ PHSയിൽ പോയി മരുന്ന് മേടിക്കാൻ വേണ്ടി പോകണം. എനിക്ക് വലിയ പ്രശ്നമില്ല. ഞങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഓരോ ദിവസം ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് ഓരോ റീസൺസാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മിനറൽ വാട്ടർ മേടിച്ചിട്ട് ഞാനങ്ങ് കുടിച്ചു. അപ്പോൾ അവിടെ നിന്ന് ചൂടുവെള്ളം കൊണ്ടുവരാനായിട്ട് കുപ്പിയൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പേഴ്സ് എടുത്തില്ലേ? അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഗ്യാസും തീർന്നു. ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ് ഊറ്റി താഴെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഗ്യാസ് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഇന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും താഴെ കൊണ്ട്, നേരത്തെ ആയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് ഒരു കടയിലൊരു ചേട്ടനെ എടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ കട നിർത്തിയതുകൊണ്ട് നമുക്ക് തന്നെ പോയി ഇനിയിപ്പോൾ കുറ്റി എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുറ്റി വെച്ചു. അച്ചാമ്മ അവിടെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിമാരൊക്കെ പണിയാൻ പോയി. അമ്മ മൊത്തത്തിൽ പൗഡർ ഉണ്ടോ? സമയം 9:45. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ ഒന്നുമില്ല. അമ്മയ്ക്ക് സൗണ്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ. ഭയങ്കര തൊണ്ടവേദനയാണ്. ഈ വെയിൽ വെള്ളം നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറുണ്ട് കേട്ടോ. അന്നക്കുട്ടി ചേച്ചി ഇങ്ങോട്ടാണ് വന്നേ. ആ അമ്മച്ചി ചീട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ചീട്ടെടുത്തിട്ട് BP നോക്കാൻ പോകണം. എന്നിട്ട് ഡോക്ടറെ കയറി കണ്ടിട്ട് മരുന്ന് മേടിക്കണം കേട്ടോ.
അമ്മച്ചി BP നോക്കാനായിട്ടിരിക്കുക കേട്ടോ. വേണോ? മേടിച്ച് എന്നെ പറ്റി ഇന്നലെ തുടങ്ങിയതാ. എൻ്റെ പൊന്നെ എനിക്ക് നോക്കാൻ വയ്യ. പൊക്കും കണക്കണതാണ് നമ്മളെ മറ്റുള്ളത് നമുക്ക് തിരിയും. BP ഒക്കെ നോക്കി കഴിഞ്ഞ ശേഷം ഡോക്ടറെ കാണാനായിട്ടിരിക്കുക കേട്ടോ. ഒരു ലേഡി ഡോക്ടറാണേ. അപ്പോൾ അമ്മ ഇവിടുന്ന് BPയുടെ ഒക്കെ മരുന്ന്, BPയുടെയും കൊളസ്ട്രോളിൻ്റെ ഒക്കെ മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ മേടിക്കണം, അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ BPയുടെ ഗുളിക കഴിക്കാത്തതുകൊണ്ട് തലവേദനയുണ്ട് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെ BP ഇച്ചിരി കൂടുതലാണ്. എപ്പോഴും അമ്മ നോക്കുമ്പോഴും BP കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ മാറ്റി മാറ്റി കൊടുക്കും മരുന്ന്. എന്നാലും ഓരോ ടെൻഷൻ്റെയൊക്കെയാണ് മെയിനായിട്ടും അമ്മയ്ക്ക് BP കൂടുന്നത് കേട്ടോ. അമ്മ BP ഉണ്ടോ? എന്തോരം? 150 മരുന്ന് കഴിച്ചിട്ടോ? ഇന്നലെ വന്ന് ഗുളിക മേടിക്കണ്ടായിരുന്നു. ഞാൻ അത് ശനിയാഴ്ച തീർന്നില്ല ഗുളിക. അതാ ആൻറ്റിബയോട്ടിക് ഉണ്ടോ? എന്തിനാ? ഇതിന് തൊണ്ടവേനയുടെ പനിയുടെ കാണിച്ച്. ശരി, ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ കഴിച്ചിട്ട് വളഞ്ഞൂടി കിടക്കാല്ലേ? അതെ, 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് കിട്ടി. നമുക്കെങ്ങാണ്ട് ശനിയാഴ്ച എങ്ങാണ്ടാന്ന് തോന്നുന്നു. അതാ മാറി മാറി. ഒരാഴ്ച ഞാനാണെങ്കിൽ ഒരാഴ്ച അമ്മ, അടുത്ത ആഴ്ച അമ്മ, അത് കഴിഞ്ഞ് ഞാൻ. ചായ കുടിച്ചിട്ട് വാ. കൊടപ്പാറച്ചാലില് വീട്ടില് പിന്നെ രാജുമാരുടെ കൊച്ചു മേടിച്ചേച്ചി കാട്ടി ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു. അമ്മച്ചിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇവിടുത്തെ അമ്മച്ചിനെ ഞാൻ കാണാറുണ്ട് ദിവസം. അവിടുത്തെ അമ്മേനെ ഒത്തിരി വർഷങ്ങളായിട്ടുണ്ട്. 10 മണിയായോ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓരോ ചായയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഗ്യാസ് കൊണ്ടുവരുമായിരിക്കും. ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു പാട്. വിറകും ഇല്ല കേട്ടോ, അത് വേറെ ലിമിറ്റ്. വിറകുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ കത്തിച്ച് തീർത്തു. അതെ, എല്ലാം തീർത്തിട്ട് നമ്മൾ എറണാകുളം പോയത്. അപ്പോൾ ഗ്യാസിൽ നിന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു 10 മണി കഴിഞ്ഞ് കൊണ്ടുതരാം. അപ്പോൾ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടും എടുക്കുന്നില്ല. അപ്പോൾ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ. നല്ല ക്ലൈമറ്റേ. അപ്പം തണുപ്പ് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റായി വരുന്നുണ്ട് കേട്ടോ. തണുപ്പിനോട് കുക്ക് നടക്കുന്നു. തക്കോല് അതിൻ്റെ അടി അവിടെ. അപ്പോൾ നമ്മളിത് കുറ്റി എടുത്ത് കേട്ടോ. അയ്യോ, നമ്മൾ ഒരു ഓട്ടോയിൽ കയറി വന്നു. ചേച്ചിയുടെ ആളും അതേപോലെ പ്രാർത്ഥനയൊക്കെ കേട്ടോ. ഇപ്പം എന്നുണ്ട് വിശേഷം? സുഖം.
ജലദോഷം കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് നടക്കുന്നു. പിന്നെ പള്ളിപ്പെരുന്നാൾ ആണോ? എന്നാ മേടിച്ചോണ്ട് തരും പള്ളിപ്പെരുന്നാൾ? ഇപ്പോൾ ഞാൻ എന്നാ ഭർത്താവ് പൈസ അയ്യോടാ. താല്പര്യമൊക്കെയാണ്. ശരി. പെരുന്നാളിൽ നമുക്ക് എന്നാ ഉള്ളത്? പെരുന്നാളല്ലേ ഉള്ളൂ. പെരുന്നാളുണ്ട് പണ്ടത്തെ രീതി വെച്ച കമ്മല മാല വള മോതിരം ഇതൊക്കെ മേടിക്കാം. അതൊന്നും ഞാനിടുകയല്ലോ. എന്നാ ഇട്ടാ ഒന്നും ഒരു കുഴപ്പമുണ്ടാകുകയല്ല. കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അധികം വലിയ ആഭരണങ്ങളൊന്നും ഇടാറില്ലല്ലോ. ആഭരണമായിട്ട് കണക്ക് കൂട്ടുണ്ട്. ശരി. ഓട്ടോമാറ്റിക് ഉള്ളതല്ലേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു സാധനം മേടിക്കല്ലോ കടയിൽ പോയി. ശരി. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. സൈഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നെറ്റാണോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓളം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താഴെ പ്രാർത്ഥനയ്ക്ക് വന്നൊരു ആൻറ്റി വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കുറച്ച് ഒരുക്കങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ റെഡി ആക്കണം. പിന്നെ നമ്മൾ തറയിൽ ഇട്ടത് ഒന്നും കൂടെ ഇടണം കേട്ടോ. കാരണം വീൽ ചെയർ ഇറക്കി ഇപ്പം അതിൻ്റെ ഒരു ആ പാടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെയിൻ്റ് അടിച്ചത് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ. വഴി നമ്മൾ അടുത്ത നല്ല നല്ല വീഡിയോസ് വരാതിരിക്കുക കേട്ടോ. നമ്മളുടെ ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ അതൊക്കെ നിങ്ങൾ മിസ് ചെയ്ത് കാണണം. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.